എൻ്റെ അറിവിൽ തന്നെ ഇവിടെ ഈ മേഖലയിൽ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഒരു 10-20 പേരെങ്കിലും ഈ ഫീൽഡിലുള്ളവർ പാവപ്പെട്ട ജനങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് സർക്കാർ നോക്കണില്ല. ഒരു 20% പേർക്ക് അതുകൊണ്ട് മെച്ചമുള്ളൂ. ബാക്കി 80% പേരും നശിഞ്ഞു പോയാണ്. പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താണ്. ലോട്ടറിയിൽ നിന്നൊന്നും കിട്ടിയ ആരും രക്ഷപ്പെട്ട ചരിത്രമില്ല. ബൈജു സാർ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇവിടെ ലോട്ടറിയുടെ വിഷയം, ലോട്ടറി മാഫിയ ഇവിടെ വളരുന്നു, ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നു. ഇതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ടൊന്ന് പറയുമോ? അല്ല, ഇപ്പോൾ നമ്മുടെ അറിവിൽ തന്നെ ഇപ്പോൾ കണ്ടമാനം പേര് ഇപ്പോൾ ജോലിക്കായി ജോലി എടുക്കുന്ന കാശ് മുഴുവൻ ലോട്ടറിയിലാണ് ചിലവാക്കുന്നത്. കണ്ടമാനം ആൾക്കാർ ഒരു വേറെ പ്രതീക്ഷയൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. ഇപ്പം എൻ്റെ അറിവിൽ തന്നെ ഇവിടെ ഈ മേഖലയിൽ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഒരു 10-20 പേരെങ്കിലും ഈ ഫീൽഡിലുള്ളവർ ഈ ലോട്ടറിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരിൽ തന്നെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇത് സർക്കാരിന് കുറേ ലാഭം കിട്ടുന്നല്ലാണ്ട് പാവപ്പെട്ട ജനങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് സർക്കാർ നോക്കണില്ല. ഒരുപാട് കുടുംബങ്ങൾ അനാഥരാകുന്നുണ്ട് ഈ ലോട്ടറി ഫീൽഡിൽ കൂടെ. ഇതിനൊരു മാറ്റം അത്യാവശ്യമാണ്. ചില ആൾക്കാർ ലോട്ടറി കച്ചവടത്തിൽ കുറേ നഷ്ടങ്ങൾ ബാധ്യതകളൊക്കെ വന്നിട്ട് അങ്ങനെ ആത്മഹത്യ ചെയ്യണം. പിന്നെ കുറേ ആൾക്കാർ ഇത് സ്ഥിരമായിട്ട് 5000-6000 രൂപയ്ക്ക് വരെ ലോട്ടറി എടുക്കുന്ന ആൾക്കാരുണ്ട് നിലവിൽ. അത് പല ആൾക്കാരെയും കടം മേടിച്ചും ഇങ്ങനെ എടുത്തെടുത്ത് അവസാനം കുടുംബം പണയം വെച്ച് അവസാനം നിൽക്കക്കള്ളിയില്ലാണ്ട് ആത്മഹത്യ ചെയ്ത കുറേ പേരുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ കാര്യങ്ങൾ നമുക്കറിയാം. ഈ പറവൂർ ചെറായി മേഖലയിൽ കണ്ടമാനം പേര് അങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് സർക്കാർ ശ്രദ്ധിക്കുന്നില്ലാണ് വാസം. അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണത്. ഒരുപാട് പേരുടെ കുടുംബങ്ങൾ അനാഥരാകുന്നത് കുറച്ച് പേർക്കുണ്ട്. ഒരു 25% പേര് മാത്രമേ അതിൽ നിന്ന് വരുമാനം നേടുന്നുള്ളൂ. ബാക്കി 75-80% പേരും നശിഞ്ഞു വീണു ഈ ലോട്ടറി ഫീൽഡിൽ. അത് ഗൗരവമായിട്ട് പരിഗണിക്കേണ്ട കാര്യമാണ്. ഒരു 20% പേർക്ക് അതുകൊണ്ട് മെച്ചമുള്ളൂ. ബാക്കി 80% പേരും നശിഞ്ഞു പോയാണ്. ഈ കുടുംബം അനാഥരാവാണ്. കോഴി ജപ്തി ഭീഷണി, കടങ്ങൾ. എനിക്ക് നേരിട്ട് അനുഭവമുള്ള പല ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് പറയണത്. ടിക്കറ്റ് ചിലവാകുന്നില്ല. ടിക്കറ്റ് ചിലവാണ്ട് ഒരുപാട് കച്ചവടക്കാർ ടിക്കറ്റുകൾ ബാക്കി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 500-600 ടിക്കറ്റ് വിൽക്കുന്ന ആൾക്കാർ ഡെയിലി ഒരു 250 ടിക്കറ്റ് ബാക്കി വന്ന നഷ്ടമല്ലേ. ബാക്കി വന്നെന്ന് പറഞ്ഞാൽ ചിലവാകാത്ത കാര്യമെന്ന് പറഞ്ഞാൽ പ്രൈസില്ല ലോട്ടറിയിൽ. ലോട്ടറി അടിക്കുക എന്ന് പറഞ്ഞാൽ വല്ല കാലത്തൊരു പ്രൈസ് വീഴും എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ എടുക്കണില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കച്ചവടക്കാർക്ക് ടിക്കറ്റ് ബാലൻസ് വരും. ഒരു മാസം 2 മാസം 3 മാസമൊക്കെ അടുപ്പിച്ച് ടിക്കറ്റ് ബാക്കി വന്നാൽ വൻ ബാധ്യതയാണ് അവർക്ക് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഇത് പ്രശ്നം. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ടിക്കറ്റ് ബാലൻസ് വന്ന് ചെറുകിട കച്ചവടക്കാർ, വൻകിടക്കാർക്ക് പ്രശ്നമില്ല. അവർ ഇങ്ങനെ ഒരുപാട് ബാധ്യതകൾ വന്ന അവസാനം പല ആൾക്കാരും ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ മേഖലയിൽ തന്നെ. കണ്ടമാനം പേർക്ക് ടിക്കറ്റ് ബാലൻസ് വരുന്നുണ്ട്. ടിക്കറ്റ് ബാലൻസ് വരുന്ന പ്രൈസ് ഇല്ലാത്തതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഒരു സമ്മാനം കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മിക്ക കച്ചവടക്കാർക്കും ടിക്കറ്റ് ബാക്കി വരും. ഇങ്ങനെ കടങ്ങളും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങൾ. സർക്കാരിന് വരുമാനമാണ്. പക്ഷേ ഈ സാധാരണക്കാരെ ജനങ്ങളെ ഇത് വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അത് സർക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ടിക്കറ്റ് റിട്ടേൺ ഒന്നും എടുക്കില്ല. ഇത് ബാലൻസ് വരുന്ന ടിക്കറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും അതിൻ്റെ പൈസ. അങ്ങനെയാണ് അതിൻ്റെ രീതി. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രൈസ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. ബാലൻസ് വരുന്നതിൽ എന്തെങ്കിലും കിട്ടും, പ്രൈസ് അടിക്കും, സമ്മാനം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് ഇവർ വരുന്നത്. പക്ഷെ ഒന്നും ഉണ്ടാവാറില്ല എന്നുള്ളത് സത്യം. അതായത് ഇവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കൂടാതെ തന്നെ ഇപ്പോൾ ബാലൻസ് വരുന്ന ടിക്കറ്റുകളിൽ ഇവർക്ക് പ്രൈസ് അടിക്കുമെന്ന് കണ്ടുകൊണ്ടാണ് ഇത് വിശ്വാസമുള്ള ഒരു പ്രതീക്ഷയുള്ള ലോട്ടറി എന്ന് പറഞ്ഞാൽ. പ്രതീക്ഷ പലപ്പോഴും അസ്ഥാനത്താണെന്നുള്ളതാണ് സത്യം. അപ്പോൾ എടുക്കുന്നവർക്ക് നഷ്ടം, കൊടുക്കുന്നവർക്കും നഷ്ടം. ഇത് വൻകിടക്കാരെ സഹായിക്കുന്ന ഒരു പരിപാടിയാണ്. വൻകിട ലോട്ടറി മാഫിയക്കും പിന്നെ ഈ സർക്കാരിനും മാത്രമേ ഇതുകൊണ്ട് മെച്ചമുള്ളൂ. ഇതെടുക്കുന്ന സാധാരണക്കാർക്കും ചെറുകിട കച്ചവടക്കാരും വലിയ ദുരിതത്തിലാണ്. ഇപ്പം നമ്മൾ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണല്ലോ ഈ ലോട്ടറി കച്ചവടം നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പാവപ്പെട്ടവർക്ക് വലിയ ദുരിതമാണ് ഇതുകൊണ്ട്. അവർ ടിക്കറ്റ് ബാക്കി വന്ന് അങ്ങനെ പലവിധ പ്രശ്നങ്ങളുണ്ട്. പിന്നെ എല്ലാവരും വേറൊരു ജീവിതമാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് മാറാണ്ട് ഇങ്ങനെ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. ഇത് ഒരു പ്രതീക്ഷയാണ്. വേറെ മാർഗ്ഗമില്ലാത്ത സാധാരണക്കാരുടെ ജനങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല. അവർക്കൊന്ന് പച്ച പിടിക്കാനായിട്ട് അവരുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ ലോട്ടറിയിൽ എന്തെങ്കിലും പ്രൈസ് ഒന്ന് രക്ഷപ്പെടാമെന്നുള്ളൊരു മനോഭാവമാണ്. പക്ഷേ ഇത് നടക്കില്ല എന്നുള്ളതാണ് സത്യം. ഇത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. ബാക്കി ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇതുകൊണ്ട് നശിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ തഴച്ചു വളരുന്നുണ്ട് വൻകിടക്കാർ.
പാവപ്പെട്ടവർ തീരെ ദുരിതത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുകിട കച്ചവടക്കാർക്കാരാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അവരാണ് ഭീമമായ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇങ്ങനെ ടിക്കറ്റ് ബാലൻസ് വരും. 200-300 ടിക്കറ്റൊക്കെ ദിവസം ബാലൻസ് വരുന്ന കച്ചവടക്കാരെ എനിക്കറിയാം. ചെറിയ കച്ചവടക്കാർ അവരുടെ ജീവിതം വളരെ ദുരിതത്തിലാണ്. അവർ അവിടെ നിന്നും കടവും ലോണും പലിശക്ക് കാശുമൊക്കെ എടുത്താണ് ഇത് നടത്തിക്കൊണ്ടുപോകണം. വൻകിടക്കാർ കുഴപ്പമില്ല, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കണ്ടോ എനിക്കതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയില്ല. കുറച്ച് ഇങ്ങനെ ശാരീരിക വൈകല്യമുള്ള ആൾക്കാരൊക്കെ വേറെ തൊഴിൽ ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പോൾ അവർ ജീവിച്ചു പോകുന്നുണ്ട് കുറച്ച് പേര്. അതുകൊണ്ട് മാത്രമാണ് ഇത് ആരും പ്രതികരിക്കാത്തത്. പക്ഷെ ഇത് വൻ വിപത്താണിത്, യാതൊരു സംശയവും. എല്ലാവരും ഒരു പ്രതീക്ഷയിലാണ്. അവരിത് മേടിച്ചോണ്ട് വരുന്നു, അവരാണ് മേടിക്കുന്നത്. പക്ഷേ ഇത് പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താണ്. ലോട്ടറിയിൽ നിന്നൊന്നും കിട്ടിയ ആരും രക്ഷപ്പെട്ട ചരിത്രമില്ല. വളരെ നിസ്സാര ആൾക്കാർക്ക് എന്തോ കിട്ടിയെന്നല്ലാണ്ട് ഇത് ബഹുഭൂരിപക്ഷം ആൾക്കാരും 90% പേരും ബുദ്ധിമുട്ടാണ്. ഇത് എടുത്തുകൊണ്ട് പോണവരൊക്കെ നഷ്ടത്തിലാണ്. വളരെ തുച്ഛമായ ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടുന്നതല്ലാണ്ട് സർക്കാരിനൊരു വരുമാന മാർഗം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറൊരു ആൾക്കാർക്ക് ഇതുകൊണ്ട് യാതൊരു ഗുണമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.